അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെയും അവനിഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ക്യാമ്പയിൻ വളരെ നല്ല നിലയിൽ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം സംബന്ധമായി പലർക്കും പല ചോദ്യങ്ങളും ഉണ്ടാവും എന്നത് സ്വാഭാവികമാണ്. അങ്ങനത്തെ ഒരു വിഷയമാണല്ലോ. നമ്മുടെ അഷ്റഫ് പൂനൂർ സാഹിബ് കുറെ സമയമായിട്ട് കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ എപ്പോഴും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉണ്ടാവാറുണ്ട്. വളരെ സതുദ്ദേശത്തോടുകൂടെ ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് സന്തോഷത്തോടുകൂടെയാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സ്വീകരിക്കാറുള്ളത്. അൽഹംദുലില്ലാഹ്, ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് കാതോർക്കാൻ അതിന് വളരെ സന്തോഷത്തോടുകൂടെ ആ ചോദ്യങ്ങൾക്ക് സമയം കണ്ടെത്താൻ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് കഴിയും. അല്പസമയം, ഒരു 5 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് തന്നെ ഞാൻ മൈമാറി കൊടുക്കുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ക്യാമ്പയിന് ഒരു ക്രമീകരണം ഉണ്ട്. ആ ക്രമീകരണം തെറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ ഞാൻ മൈക്കെടുത്തത്. ഏതായാലും ശരി, അൽഹംദുലില്ലാഹ്, ക്ലാസ് ഏത് രീതിയിലാണ് നമുക്കറിയാലോ. നമുക്ക് ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഈ ക്യാമ്പയിൻ അള്ളാഹു കബൂൽ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങളും ആ വിഷയമായിട്ട് അവർ ചെയ്യുന്ന ചർച്ചകളും സമർത്ഥനങ്ങളും. നമ്മുടെ ഈ സംഭവം അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂൽ ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. കാരണം നമ്മളന്ന് കൂടുമ്പോഴേ ഓരോ വിഷയങ്ങൾ ഇന്ന വിഷയം ഉണ്ടാവണമെന്നും ആ വിഷയത്തിന് ഇന്ന ആളുകളൊക്കെ ആവണമെന്ന് ചർച്ച ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് വളരെ ഓരോരുത്തരും ഏറ്റെടുത്ത വിഷയം സത്യസന്ധമായി പൂർണ്ണമായും ആത്മാർത്ഥമായി അവരിവിടെ അവതരിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് അവരുടെ ഇൽമിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് സുന്നത്ത് ജമാഅത്തിനുള്ള സേവനമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമായി ഇസ്ലാമിനുള്ള ഒരു വലിയ സംഭാവനയായിട്ട് അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഏതായാലും ഒരു കാര്യം കൂടി പറയട്ടെ, ഇനിയും ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ വിഷയമാണല്ലോ. നാമും നമ്മുടെ ഇതര വിഭാഗങ്ങളും ആയിട്ട് സത്യത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ചർച്ചയുണ്ടാകേണ്ട കാര്യമല്ല, ഒരു തർക്കമുണ്ടാവേണ്ട കാര്യമല്ല. അവരുടെ മുൻഗാമികളായ ആളുകളൊക്കെ നമ്മേക്കാൾ ഉപരി വളരെ സന്തോഷത്തോടു കൂടെ വളരെ ഉഷാറായിട്ട് നബിദിനങ്ങൾ ആഘോഷിച്ചതാണ് എന്ന് ചരിത്രത്തിന്റെ പിൻബലത്തോടു കൂടെ മഹാനായ MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. ഇനിയും സംശയങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ടാവും, എന്നാലും ഉണ്ടാവുമല്ലോ സംശയം. ഒരുപാട് കാലമായിട്ട് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, എന്നാലും ചില ആളുകളൊക്കെ കാണാലോ അവിടെ ഇവിടെയൊക്കെ എന്നിട്ട് ഇങ്ങനെ തല ഉയർത്തിക്കൊണ്ട് പിന്നെയും ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഏത് കാലം മുതൽ നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ അതിനൊക്കെ അക്കമിട്ട് അടിവരയിട്ടുകൊണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയാറുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് അത് അണ്ട് പൂർണ്ണാർത്ഥത്തിൽ എന്താവാൻ ചിലപ്പോ മനസ്സിലാവാൻ കഴിയാഞ്ഞിട്ടോ എന്താ അറിയില്ല, എന്നാലും അവർക്ക് പിന്നെയും സംശയം ഉണ്ടാവാറുണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടു കൂടെ അവരുടെ സംശയങ്ങളും നാം സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരൊക്കെ റൈസ് ഹാൻഡ് ചെയ്യണം, എന്നെങ്കിലേ നമുക്ക് അതിനൊരു തർത്തീബ് ഉണ്ടാവുകയുള്ളൂ എന്നും കൂടി അറിയിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, നമുക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാകുകയാണ്. നമ്മൾ നബിദിനം ആഘോഷിക്കുന്നവരാണ്, ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, ആ ആഘോഷങ്ങളിൽ പരമാവധി പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ പങ്കെടുക്കുന്നത് പുണ്യമാണ് എന്ന് ആത്മാർത്ഥമായും അടിയുറച്ചു വിശ്വസിക്കുന്നവരാണ്. നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു, അവിടുത്തെ ചര്യ പിൻപറ്റുന്നു. മഹാനായ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അബൂബക്കർ ദാരിമി ഉസ്താദ് പറയുകയുണ്ടായി,
പറയുകയുണ്ടായി, ബഹുമാനിക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതും അവിടുത്തെ ചര്യകൾ പിൻപറ്റുക എന്നുള്ളതും രണ്ട് തന്നെയാണ്. ചര്യ പിൻപറ്റുന്നതിന്റെ ഒരു ഭാഗമാണ് അവിടുത്തെ സ്നേഹിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആകെ എല്ലാം സ്നേഹം എന്നുള്ളത് വെറും നബിയെ പിൻപറ്റൽ മാത്രമല്ല, മറ്റുള്ള രീതിയിൽ സ്നേഹ പ്രകടനങ്ങൾ അതെല്ലാം പ്രവാചക സ്നേഹത്തിൽ പെട്ടതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ അവരെ പ്രവാചകരോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടാവാം, പ്രസംഗത്തിലൂടെയാവാം, മറ്റുള്ള പാട്ടുകളിലൂടെയാവാം, ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടാവാം, സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ടാവാം, ആഘോഷങ്ങൾ ഘോഷയാത്രകളിലൂടെയാവാം. പല നിലക്കും പ്രവാചകരോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ ആ സ്നേഹം സ്വാഭാവികമായും അത് വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സ്നേഹപ്രകടനമാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വഹീഹാണെന്ന് മാത്രമല്ല, അത് പുണ്യമുള്ള കാര്യമാണ് എന്നും ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തന്നെ മഹാനായ സുയൂത്തി ഇമാമിന്റെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ പ്രവാചകരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ വിവിധ തലങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുകയുണ്ടായി. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശുക്രായിക്കൊണ്ട് അവിടുത്തെ അനുയായികൾ ആ ദിവസം വ്രതമനുഷ്ഠിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ശുക്ർ ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നുള്ളത് പല രീതിയിലാവാം. അത് നോമ്പ് നോറ്റുകൊണ്ടാവാം, നിസ്കരിച്ചുകൊണ്ടാവാം, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാവാം, ഇനി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാകാം. പല നിലക്കും പിന്നെ ശുക്ർ ഉണ്ടാവാവുന്നതാണ്. ശുക്ർ ഉണ്ടാവുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിഅമത്ത് അള്ളാഹു അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, അവരിൽ നിന്ന് ഒരു പ്രവാചകനെ അള്ളാഹു അവർക്ക് നിയോഗിച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് അവർക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്. ആ നിഅമത്ത് എടുത്തു പറയണം എന്ന് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന വിശുദ്ധ ഖുർആനിൽ ആ നിഅമത്തുകൾ എന്തൊക്കെയാണോ അള്ളാഹു നിങ്ങൾക്കും ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത്, ആ നിഅമത്തുകൾ സ്മരിക്കുക, അത് പറയുക, അത് പാടുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ കൂടി അധ്യാപനമാണ് എന്നും മഹാനവർകൾ നമ്മൾ അറിയിക്കുകയുണ്ടായി. ഞാൻ ആ വിഷയങ്ങളേക്കൊന്നും കടക്കുന്നില്ല. ഏതായാലും ശരി, വളരെ നല്ല മനസ്സിലാക്കേണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല ക്ലാസ് ആയിരുന്നു ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദിന്റെ ക്ലാസ്. ഞാൻ ഇനിയും കൂടുതൽ നീട്ടി പറയുന്നില്ല. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണല്ലോ വേണ്ടത്. ചോദിക്കുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ ഉണ്ടാകുന്നത്, ഇവിടെ ഇപ്പൊ 450-ലധികം ആളുകൾ ക്ലാസ് റൂമിൽ തന്നെയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ക്ലാസ് റൂമിന്റെ പുറത്ത് റേഡിയോയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ. അപ്പൊ അവർക്കൊക്കെ ഒരു ഉപകാരമാവും. അപ്പൊ ഒരാളും കൂടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഷ്റഫ് പൂനൂർ ചോദിക്കുന്ന ചോദ്യം പലർക്കുള്ള സംശയമാവും. ആ സംശയം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പരിഹരിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതിന് വ്യക്തമായ മറുപടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സന്തോഷമാവുമല്ലോ. അവരുടെ സംശയമൊക്കെ തീരുകയാണല്ലോ. അതുകൊണ്ട് സംശയം ചോദിക്കാനുള്ളവർക്ക് ഞാൻ സമയം അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഈ അവലോകനം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം, നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതൊക്കെ പരിഹരിച്ച് റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രവാചകരോടുള്ള ഒരു സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ട് അല്ലാഹു നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി മസ്നവി ഉസ്താദിന്റെ അതുണ്ടോ? അതോ
അഷ്റഫ് സാഹിബിന് ഇതാക്കുക. ഏതായാലും പിന്നെ ഇനി നമ്മുടെ അഷ്റഫ് സാഹിബ് മസ്നവി ഉസ്താദിന്റെ അതിന് ശേഷമായിരിക്കും തോന്നുന്നു. അഷ്റഫ് സാഹിബിനെ അദ്ദേഹത്തിന്റെ ആ പിന്നെ ചോദ്യത്തിന് വേണ്ടി സാദരം സന്തോഷത്തോടെ അദ്ദേഹത്തെ മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഷ്റഫൂനോട് കേൾക്കണില്ലേ? അഷ്റഫൂനോന്റെ ചോദ്യത്തിന് വേണ്ടി ഈ റിസൈൻ ചെയ്ത ആളുകൾക്ക് ചോദ്യത്തിന് വേഗം അവസരം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യോത്തരങ്ങൾക്ക് ശേഷം സോങ് പാട്ട് അപ്പോഴേക്കും ബന്ധിച്ചു കാണും. സാധാരണ അവലോകനം കഴിഞ്ഞ ഉടനെ തന്നെ പാട്ട് കളിപ്പിക്കലാണ്. പക്ഷെ അതേ സമയത്ത് ഇപ്പോ അത് മാറ്റിയിട്ടുണ്ട് അഷ്റഫൂനോടിന് ചോദ്യം ചോദിക്കാൻ വേണ്ടി, അതുപോലെ മറ്റുള്ള ആളുകൾക്കും ചോദ്യം ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആവാം പിന്നെ പാട്ട് കളിപ്പിക്കൽ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യമല്ല ഉസ്താദെ, അല്ല ഞാനിന്നൊരു കാഴ്ച കണ്ടു. അഹ്സനി മർക്കസില് പിന്നെ ആ വ്യാജകേശത്തിന് ലൈനിക്കണത് അത് കണ്ടപ്പോ അഹ്സനി കേൾക്കണ്ടേ ഇല്ലെങ്കിൽ അഹ്സനി കേൾക്കാൻ വേണ്ടി പറയാണ്, 1000 കൊല്ലം പട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ ഒരു നിമിഷം പുലിയായി ജീവിച്ചോടോ. എന്തിനാ അങ്ങനെ ആൾക്കാരെ പറ്റിക്കണ്? ഇത്ര ഒരു വൃത്തികെട്ടൊരു മനുഷ്യൻ. ഒന്നും ഉണ്ടായിട്ടല്ല, വിഷമം കൊണ്ട് പറയാണ്. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാനുണ്ടോ? ഓക്കെ. എനിക്കൊരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു സുഹൃത്ത് എന്നോട് പറയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പള്ളി വന്ന സമയത്ത് യൂത സ്ത്രീ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിലേക്ക് പിന്നെ ചപ്പുചവറുകൾ വാരിയിടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെ ചരിത്രം നമ്മൾ മദ്രസയിൽ പഠിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിനോട് ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ മദീനയിൽ ജൂത സ്ത്രീ ഉണ്ടായിരുന്നോ? അതുപോലെ നബിയുടെ വീടും അതുപോലെ പള്ളിയും തൊട്ടടുത്തല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ വഴിയിൽ നിന്ന് പോകുമ്പോ പിന്നെ എങ്ങനെ ഈ ചപ്പുചവറുകളൊക്കെ ഇടുക? അങ്ങനെ അദ്ദേഹം ഒരു സംശയം ചോദിച്ചു. അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് ഒരു ഉത്തരം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം മദീന നബിയുടെ പിന്നെ വീടും പള്ളിയും തൊട്ടടുത്താണ്. അത് അദ്ദേഹം പറഞ്ഞ ശരി തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എന്നാണ് മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? അത് വെറുതെ ഒരു ചരിത്രത്തിന് വേണ്ടി എഴുതിയാണോ, അതോ അത് ശരിക്കും എന്താ ജൂതന്മാരുണ്ടായിട്ടില്ല, മദീനയിൽ ജൂതന്മാരുണ്ടായിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ അറിയാണെങ്കിൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിലെ ജൂതന്മാരുണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാല്, ഞാൻ ഇപ്പൊ എന്റെ പ്രഭാഷണം കേട്ട നിങ്ങൾ എന്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ടോന്നറിയില്ല. ആ പ്രഭാഷണത്തിൽ തന്നെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു നബിദിനാഘോഷത്തിന്റെ പ്രാമാണികത വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ എന്താ പറയുന്നത്? അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീനത ഫവജദൽ യഹൂദാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ ജൂതന്മാരെ കണ്ടു. മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നോ? അത് നിങ്ങളാ ചോദിച്ച ആ ചങ്ങായി ആദ്യം അവനോട് അത് പഠിക്കാൻ വേണ്ടി പറയും, മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത്. ഔസ് ഖസ്റജ് കബീലക്കാരൊക്കെ മദീനയിലല്ലേ ഉണ്ടായിരുന്നത്? മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. അവരെ നോമ്പ് നോൽക്കുന്നതായിട്ട് കണ്ടു. സഹീഹുൽ ബുഖാരി ഉള്ളതല്ലേ? പറയുന്നത് കേൾക്കുന്നില്ലല്ലേ സുഹൃത്തുക്കളെ?
ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നില്ല. മൈക്ക അതിന്റെ അടിയിൽ പിന്നെ നിലത്തേക്ക് ചാടിയത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ 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 ഓക്കെ. മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. ഞാൻ നേരത്തെ എന്റെ പ്രഭാഷണത്തിൽ തന്നെ ഒരു സംഭവം ഉദ്ധരിച്ചില്ലേ? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദിമൽ മദീനത ഫവജദൽ യഹൂദ. ജൂതന്മാരെ കണ്ടു എന്ന്. യസൂമൂന യൗമ ആശൂറ, ആശൂറ ദിവസത്തിൽ നോൽമ്പ് നോൽക്കുന്നതായിട്ട്. മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പിന്നെ നിങ്ങൾ പറഞ്ഞു മദ്രസാ പുസ്തകത്തിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഏത് മദ്രസാ പുസ്തകത്തിലാണ് നിങ്ങളത് പഠിച്ചത് എന്നൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ. അതെ, ബനു നദീറും ബനു ഖൈനുഖ ഒക്കെ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. അതൊന്നും ഇനിയിപ്പോ അതിന്റെ തെളിവ് എവിടെ എന്നുള്ളതൊന്നും അല്ലേ നമ്മളിപ്പോ ആലോചിക്കേണ്ടതില്ല. ഈ മദ്രസാ പുസ്തകത്തില് നിങ്ങൾ ഉദ്ദേശിച്ച ആ സംഭവം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ജൂത സ്ത്രീ വഴിയിൽ ചപ്പും ചവറുകളും കൊണ്ടിട്ടിരുന്നു എന്നുള്ള അതാണ് ഉദ്ദേശിച്ചത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച ചരിത്രം ഏതാണ്? അത് ഏത് മദ്രസ പാഠപുസ്തകത്തിലുള്ള ഏത് പുസ്തകത്തിലാണ് നിങ്ങളത് പഠിച്ചത് എന്നൊന്ന് നിങ്ങൾ വ്യക്തമാക്കുകയാണെങ്കിൽ നമുക്ക് ആ ചർച്ച ഒന്നുകൂടി വിശദീകരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഞാന് സുന്നി തന്നെയാണ്. ഞാൻ മുജാഹിദ് അങ്ങനെ ഇതൊന്നുമല്ല. പക്ഷെ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് മദ്രസയിൽ അത് ഉസ്താദ്മാര് പറഞ്ഞെന്നുള്ള അറിവാണ്. കാരണം അന്ന് നമ്മൾ കുറെ ചരിത്രങ്ങൾ പഠിച്ചു, അതിന്റെ തെളിവുകളോ അല്ലെങ്കിൽ ഏത് പാഠത്തിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഉസ്താദ്മാര് കുറെ ചരിത്രങ്ങൾ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചു വന്നു. അപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പാണ് ഞാനിപ്പോ ഈ വ്യക്തിയോട് സംസാരിച്ചത്. അപ്പൊ ആ വ്യക്തിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്ക് എനിക്കൊരു സംശയമായി. കാരണം ഞാൻ അതിന്റെ തെളിവുകൾ പറയുകയാണെങ്കിൽ അതൊന്നും എനിക്കിപ്പോ അറിയില്ല. അപ്പൊ അതുപോലെ പറഞ്ഞേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഒരു ജൂത സ്ത്രീ തലയിലേക്ക് ചപ്പുചാറുകൾ ഇടാറുണ്ടായിരുന്നത്. അങ്ങനെ ആ സ്ത്രീക്ക് പിന്നെ എന്താണ് ഒരു ദിവസം കാണാതായി. പിന്നെ അങ്ങനെ ഹലോ, 777 ഞാൻ ഡോട്ട് ഇട്ടത് സംസാരം മുറിക്കാൻ വേണ്ടിയല്ല. അപ്പൊ ചുരുക്കത്തില് മദ്രസ പാഠപുസ്തകത്തിൽ പഠിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങള് ഉസ്താദുമാരിൽ നിന്ന് കേട്ടതാന്നാ പറഞ്ഞത് അല്ലേ? ഉസ്താദുമാരിൽ നിന്ന് കേട്ടതാണെന്നാ പറഞ്ഞത്. മദ്രസ പാഠപുസ്തകത്തിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാനങ്ങനെ മദ്രസ പാഠപുസ്തകത്തിലൊരു സംഭവം പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ മദ്രസ പാഠപുസ്തകത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞപ്പോ അതേതാണ് ആ പാഠപുസ്തകം എന്നുള്ളത് അറിയാനൊരു താല്പര്യം കൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ഒരു പാഠപുസ്തകത്തിൽ പഠിച്ചതായിട്ട് വിവരല്ല. ഉസ്താദുമാര് പറയുന്നത് കേട്ടു എന്നുള്ളതാണ്. അത് നിങ്ങൾ ആ പറയുന്നത് കേട്ട ഉസ്താദുമാരോട് തന്നെ ആ സംഭവത്തിന്റെ നിജസ്ഥിതി നിങ്ങൾ ചോദിക്കുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഞാനും അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഈ പറഞ്ഞ സംഭവം എവിടെയെങ്കിലും കിതാബുകളിൽ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഉറുദു പുസ്തകത്തിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. ഒരു ഉറുദു എൻ്റെ അടുത്ത് ആ പുസ്തകം എൻ്റെ പുസ്തക ശേഖരത്തിലുണ്ട്. പക്ഷെ ഇപ്പോൾ അത് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയൂല. ഞാൻ അതൊക്കെ പാടെ അട്ടിമറിച്ചേണ്ടി വരും. ചെറിയൊരു ഉറുദു പുസ്തകത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഇതേ സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പഴയ പുസ്തകങ്ങളിൽ വായിച്ചത് കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. മദ്രസ പാഠപുസ്തകത്തിൽ അതുണ്ട് എങ്കിൽ അത് തീർച്ചയായും നമ്മളത് പരിശോധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിത സഭ ഇറക്കുന്ന ഒരു പുസ്തകം എന്ന നിലക്ക് അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പൊ ആ നിലക്ക് നമ്മൾ അതിന്റെ ഗൗരവം കണക്കിലെടുക്കണം എന്ന നിലക്കാണ് ഏത് പാഠപുസ്തകത്തിലാണ് ഇതുള്ളത് എന്ന് ഞാൻ ചോദിക്കാൻ കാരണം. അങ്ങനെ ഒരു പാഠപുസ്തകത്തിലുള്ളതായിട്ട് നിങ്ങൾക്കറിയില്ല, നിങ്ങളത് കേട്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. അതോടുകൂടി തന്നെ പിന്നെ ആ ചോദ്യത്തിന് നിങ്ങളുടെ ആ ഒന്നാമത്തെ ചോദ്യത്തിലുള്ള ആ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ ആരിൽ നിന്നൊക്കെ കേട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ആരിൽ നിന്നാണോ നിങ്ങൾ കേട്ടതെങ്കിൽ അവരോട് ചോദിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊരു ഉറുദു പുസ്തകത്തിൽ അങ്ങനെ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സ്ഥിരീകരിക്കപ്പെട്ടതാണെന്നൊന്നും ഞാൻ തന്നെ പ്രതിലേഖിക്കാണ് സമദാനി പ്രസംഗത്തിൽ പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഉറുദു ലാംഗ്വേജ് ആയിട്ട് നല്ല ടച്ചുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഉറുദു സാഹിത്യങ്ങൾ അദ്ദേഹം നന്നായി വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഉറുദു നന്നായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും സാഹിത്യത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം. ഏതായാലും അത് എവിടെയാണുള്ളത് എന്നുള്ള ആ ചരിത്രം ഇനി നമ്മൾ ഒന്നും കൂടി പരതിയിട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും പറയാം, അല്ല ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാം. അത്രേ ഉള്ളൂ. അതിന് അല്ല അതിനെ കുറിച്ച് വേറൊന്നും പറയാനില്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്യണം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ മൈക്ക് എടുക്കാൻ നേരം ഒരു കസ്റ്റമർ വന്ന്, സാധാരണ അങ്ങനെയാണ്, ഒന്നുകിൽ മൈക്ക് എടുക്കാൻ നോക്കുമ്പോൾ കസ്റ്റമർ വരും. അപ്പൊ ഇനി എന്നും വന്ന് മൈക്കിന് റൈസ് ഹാൻഡ് ചെയ്താലോ വിചാരിക്കുക. അങ്ങനെ കച്ചവടം കൂടുതൽ വന്നാൽ സുഖമാണല്ലോ. ഓക്കെ, എന്തായാലും കടയിലാണുള്ളതാണ്. പിന്നെ ഇപ്പൊ എന്റെ ചോദ്യം, എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യമുണ്ട്. എന്തായാലും എല്ലാം കൂടി ചോദിക്കാൻ ഇപ്പോൾ സമയം ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ ഉസ്താദ് നാട്ടിൽ നിന്നാണ് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നാട്ടിൽ ഏകദേശം 12 ഉണ്ടാവും. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ കഥ, സാധാരണ NDF-കാര് പിന്നെ അവരോട് പല ആളുകളും പറയാൻ നബി അലൈഹി സ്വലമ തങ്ങൾ ക്ഷമിച്ചതിനെ പറ്റി, അങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ വേസ്റ്റ് വാരിയിടായിരുന്നു, അങ്ങനെ ആ പെണ്ണ് പിന്നെ വേസ്റ്റ് വാരിടാതായി, അങ്ങനെ ആ പെണ്ണ് കാണാതിരുന്നപ്പോൾ റസൂല് അന്വേഷിച്ചു പോയി, അങ്ങനെ ആ പെണ്ണ് മുസ്ലിമായി എന്നൊക്കെ പറയുന്ന ഒരു കഥ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എവിടുന്നാന്ന് അറിയില്ല. അപ്പൊ അത് NDF-കാര് അവരെന്ത് ചെയ്യണം, അങ്ങനെ സംഗതികളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് പ്രതിരോധക്കാരാണല്ലോ, അതിനു വേണ്ടിയിട്ട് അവരൊപ്പിച്ചൊരു പണിയാണ്. എന്റെ ആധികാരികത എന്തായാലും എനിക്കും അറിയില്ല. എന്തായാലും ഓക്കെ, ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മാസം ഉണ്ടല്ലോ, അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഞാൻ ഇങ്ങനെ വരും എന്ന് ചോദിക്കുകയാണ്. നബിദിനവുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് ശബ്ദം ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഒരു സുന്നത്തായ കർമ്മമാണ് എന്നാണല്ലോ ഉസ്താദ് ഇവിടെ സമർപ്പിച്ചത്. ഉസ്താദിന്റെ പുസ്തകം കേട്ടു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്ന ആളുകൾ പെട്ട ആളാണ് ഞാനും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റണം എന്ന് പറയുന്ന ആളാണ് ഞാനും. പരമാവധി അൽഹംദുലില്ലാഹ് ചെയ്യാറുണ്ട്. അതൊരു വലിയ കാര്യമായിട്ട് പറയല്ല, പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തും അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് ശേഷവും അതിനുശേഷവും ജീവിച്ച സ്വഹാബത്തും താബികളും താബിങ്ങളും ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും മത്സരിച്ചുകൊണ്ട് സുന്നത്ത് കർമ്മങ്ങൾ ചെയ്യാൻ മത്സരിച്ച ആളുകളാണ്. ഇവര് റബീഉൽ അവ്വൽ മാസത്തില് അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിലോ അല്ലാത്ത മാസത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്റഫ് പൂനൂരിനോട് നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സമീപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിവരക്കുറവാണോ എന്നറിയില്ല. ഇസ്ലാമിൽ ഞാനിപ്പോൾ ഖുർആനിൽ നിന്നുള്ള തെളിവ് പറഞ്ഞു, ഹദീസിൽ നിന്നുള്ള തെളിവ് പറഞ്ഞു, അതോടൊപ്പം തന്നെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പൂർവികരായ ഇമാമിങ്ങൾ ഈ വിഷയത്തിൽ നടത്തിയ അതിന്റെ തീരുമാനങ്ങളും പറഞ്ഞു. ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഈ വിഷയത്തിൽ ഇനി അത് ഒരു സ്വഹാബികളോ താബിഈങ്ങളോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ പ്രസക്തി എന്താണ്? അവർ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് എന്താ കുഴപ്പം? അവർ ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല, ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നബിദിനം ആഘോഷം സുന്നത്താകുന്നതിന് എന്താ വിരോധമുള്ളത്? ഞാൻ നബിദിനാഘോഷം സുന്നത്താണെന്ന് പറഞ്ഞു എന്നതിനെ കുറിച്ചാണല്ലോ നിങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ ചോദ്യം എന്താണ്? നബിദിനാഘോഷം സുന്നത്താണെന്ന് ഞാൻ പറഞ്ഞതിനെ കുറിച്ചാണ് നിങ്ങളുടെ ചോദ്യം. ഞാൻ അങ്ങനെ പറഞ്ഞു എന്നതിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആ പറഞ്ഞതും നിങ്ങൾ ഈ ചോദിച്ച ചോദ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. സ്വഹാബത്ത് ആഘോഷിച്ചില്ല, അല്ലെങ്കിൽ സ്വഹാബത്ത് കൊണ്ടാടിയില്ല, എന്തായാലും വിധി സുന്നത്താണെന്നുള്ളത് തന്നെയാണ്. അതാണ് അതിന്റെ നിയമം. എന്തായാലും വിധി. ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് പോലും തർക്കമുണ്ടാകാൻ യാതൊരു പഴുതുമില്ല. കാരണം സ്വഹാബത്ത് ചെയ്യാത്ത എത്രയോ കാര്യങ്ങൾ മുജാഹിദീങ്ങൾ ചെയ്യാറുണ്ട്. നബിയുടെ കൂടെ പ്രവർത്തിച്ച സ്വഹാബത്ത് ചെയ്യാത്ത, താബിഈങ്ങൾ ചെയ്യാത്ത, താബിഉത്താബിഈങ്ങൾ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന നിലക്ക് മുജാഹിദുകൾ ഇവിടെ നടത്തിപ്പോരുന്നുണ്ട്. അപ്പോ അതെന്തടിസ്ഥാനത്തിലാണ് നടത്തിപ്പോരുന്നത്? അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് ചിന്തിച്ചിട്ടുണ്ടോ ഇത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതങ്ങനെ ആലോചനക്ക് പ്രസക്തിയില്ല. ഇസ്ലാമികമായ പ്രമാണങ്ങളെ സമീപിക്കുന്ന
ഇസ്ലാമിന്റെ കർമ്മങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ചോദ്യവും നമ്മുടെ ഈ വിധിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ബന്ധപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സഹാബത്ത് അനുഷ്ഠിച്ചോ താബിഈങ്ങൾ അനുഷ്ഠിച്ചോ എന്ന് നിങ്ങളൊരു ചോദ്യം, ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ മഹബത്ത്, ഞാൻ പറഞ്ഞു മഹബത്തിന് പ്രത്യേകിച്ച് രൂപമില്ല, മഹബത്തിന് പ്രത്യേകിച്ചൊരു ഭാവമില്ല. സ്വഹാബത്ത് രേഖപ്പെടുത്തിയ മഹബത്തിന്റെ ആ രീതിയിലായിരിക്കുകയില്ല പിൻഗാമികൾ ചെയ്യുക. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം, ആ ശരീരത്തിന്റെ ഭാഗങ്ങൾ, അതിനെ വളരെ 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 ബഹുമാനത്തോടുകൂടെയും വളരെ വളരെ സ്നേഹത്തോടുകൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ച ആളുകളാണ്. പക്ഷെ അതുപോലെ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ മുടിയും അവിടുത്തെ നഖവും അങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ചൊക്കെ അവരൊരുപാട് അവർ ആ റസൂലുള്ളാഹിനോടുള്ള ആ ബന്ധം സ്ഥാപിച്ചെടുത്ത ആളുകളാണ്. പക്ഷെ അതേ രൂപത്തിലുള്ള ഒരു ബന്ധവും നബിയോട് നമുക്ക് പുലർത്താൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് അനുവർത്തിച്ചു പോരുന്ന ഈ രൂപത്തിലുള്ള മഹബത്ത്, അതിനർത്ഥം ഇത് മാത്രമാണ് മഹബത്ത് എന്നല്ല. നേരത്തെ അച്ചൂർ ഫൈസി പറഞ്ഞതുപോലെ തന്നെ ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിലുണ്ട്. മഹബത്ത് എന്ന് പറയുന്നതിൽപ്പെട്ട ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. അപ്പൊ മഹബത്ത് അല്ലെങ്കിൽ ഈ ഇത്തിബാഉർ റസൂലിനെ ആകമാനം മൗലികമായിട്ട് വലയം ചെയ്യുന്ന ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ വികാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് എന്നുള്ളത്. ആ മഹബത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് അതിന് കൃത്യമായ ഒരു അതിർവരമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. നിശ്ചയിക്കപ്പെടാത്ത കാലത്തോളം അത് ഏതു കാര്യങ്ങൾ കൊണ്ടുമാവാം. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികെ പറ്റി ജീവിച്ച സ്വഹാബത്തിങ്ങൾ ആരെങ്കിലും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. ആഘോഷിക്കാം, ആഘോഷിക്കാതിരിക്കാം, രണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനം ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് കൂലി കിട്ടുന്ന സുന്നത്തായ കർമ്മമാണ്. അപ്പൊ നിങ്ങൾ ആ ചോദ്യം നമ്മുടെ ഈ വിധിയും തമ്മിൽ ബന്ധപ്പെടുത്തുക എന്നുള്ളത് തന്നെ ഒരു വിഡ്ഢിത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുജാഹിദുകൾ തന്നെ നബിയുടെ അരികെപ്പറ്റി ജീവിച്ച സഹാബത്ത് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ സുന്നത്തായിട്ട് ചെയ്യുന്നുണ്ട്, താബിഈങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തേ ഞങ്ങളോട് ചോദിക്കുന്ന ഈ ചോദ്യം നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുന്നില്ല? അതെന്തായാലും കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ ഒരു കാര്യത്തിന്റെ പ്രാമാണികത വിശദീകരിക്കുന്നതിൽ ഈ ചോദ്യത്തിന് വലിയൊരു പ്രസക്തി ഇല്ല. മറ്റു പ്രമാണങ്ങളെ കൊണ്ട് തെളിഞ്ഞ കാര്യത്തെ പിന്നെ ഈ ചോദ്യം കൊണ്ട് നേരിട്ട് കൊണ്ട് തടയിടുക എന്നുള്ളതിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ് നിങ്ങൾക്ക് നൽകാനുള്ള മറുപടി. ഞാൻ മൈക്ക് റേസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? ഈ ഒന്ന് DND ആക്കട്ടെ, കാരണം ഈ PMOന്റെ ഭയങ്കര കളി. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ക്ഷമിക്കണേ. ഓക്കെ, അപ്പോൾ ഉസ്താദ് ഞാൻ ചോദിച്ചത് പിന്നെ സ്വഹാബത്തിന്റെ കാലത്തും തബീങ്ങളുടെ കാലത്തും തബിത്താബിങ്ങളുടെ കാലത്തും അങ്ങനെ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അത് നോക്കേണ്ട ആവശ്യമില്ല, ചോദ്യം തന്നെ പൊട്ടത്തരമാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതിന് പകരമായിട്ട് ഉസ്താദ് തിരിച്ചും അങ്ങോട്ട് ചോദിച്ചു, തസ്ബീഹത്ത് അവർ ചെയ്തിട്ടുണ്ടോ എന്ന്. കേൾക്കുന്നുണ്ടല്ലോ? DC ആയിട്ടേ പറയണേ. ചില സമയം ഞാൻ DC ആയി പോകാറുണ്ട്, ഈ നെറ്റ് സ്ലോ ആയതുകൊണ്ട്. DC അല്ലല്ലോ? ഓക്കെ, പിന്നെ ഇങ്ങോട്ട് അത് നോക്കാറില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ മരണപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞ് പിന്നെ അതിനുശേഷം പിന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ദുആ ചെയ്യാം, അതിൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് പറയുന്നതും അതും അല്ലാത്തതും ഏത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഏത് ദുആ ചെയ്യാനും പറ്റും. തബീങ്ങളും തബീത്താബിങ്ങളും ചെയ്തിട്ട് വന്നായിരുന്നു. അത് നോക്കണ്ടെന്ന് പറഞ്ഞു. ഇനി പിന്നെ അതിലിങ്ങനെ കുറെ സംസാരിക്കുന്നില്ല, കാരണം കടയിലായത് കൊണ്ടും കൂടി. ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങള് ഹലോ, ഈ അഷ്റഫ് പൂരൂർ സാഹിബിന്റെ ഇടക്കിടക്ക് ഇങ്ങനെ കട്ടാകാണ്. അദ്ദേഹം ചോദിക്കുന്നത് മുഴുവൻ കേൾക്കാൻ കഴിയുന്നില്ല, എന്താണെന്നറിയില്ല. അതെന്റെ സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണോ അദ്ദേഹത്തിന്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ പ്രമാണങ്ങൾ, ഒരു കാര്യത്തിന്റെ പ്രാമാണികത വിലയിരുത്തുന്നതിൽ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നബിദിനാഘോഷത്തിൽ നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും പ്രമാണങ്ങളെ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഒന്ന് മഹബത്തുർ റസൂലാണ്, അത് പ്രമാണങ്ങളെ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്.
ഒന്ന് തഹദീസുൻ നിഅമത്താണ്, അത് തെളിഞ്ഞിട്ടുണ്ട്. ഇൽഹാറുൽ ഫറഹി വസ്സുറൂരാണ്, അത് തെളിഞ്ഞിട്ടുണ്ട്. സ്വലാത്തും വ തസ്ലീമാണ്, അത് തെളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണോ നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത് അതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പ്രമാണങ്ങളെ കൊണ്ട്. ഇങ്ങനെ പ്രമാണങ്ങളെ കൊണ്ട് തെളിഞ്ഞൊരു കാര്യത്തെ പിന്നെ സ്വഹാബത്ത് ചെയ്തോ ഇല്ലേ എന്ന് ചോദിക്കരുത്. കാരണം ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. അതിന് ഞാനൊരു ഉദാഹരണമായിട്ട് അതിനൊരു തിരിച്ചൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മുജാഹിദുകൾ തന്നെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തസ്ബീത്ത് എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ആരോ എഴുതി ചോദിച്ചതായിരുന്നു. പക്ഷേ അത് ഞാൻ ചോദിച്ചതായിട്ട് അദ്ദേഹം പറഞ്ഞു. ആ സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്ബീത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്ബീത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ആ സമയം? അത് മറമാടി കഴിഞ്ഞതിനു ശേഷമാണ്. മറമാടി കഴിഞ്ഞതിന് ശേഷം നൂറ്റാണ്ടുകളായിട്ട് സുന്നികൾ തസ്ബീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദുകളൊക്കെ ഇപ്പൊ തസ്ബീത്ത് എന്ന പേരിൽ നടത്തുന്ന അത് തുടങ്ങുന്നതിന്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് തന്നെ സുന്നി ലോകം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മയ്യത്തിന് വേണ്ടി തസ്ബീത്ത് ചോദിക്കുക എന്നുള്ളത് മറമാടി കഴിഞ്ഞതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ ചർച്ച. ഇവിടെ മൂടുകല്ല് വെച്ചതിന് ശേഷം മീസാൻ കല്ല് കുത്തുന്നതിന് മുമ്പായിട്ടുള്ള ഈ ഇടവേളയിൽ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്നു. അതന്നെ ഹദീസിൽ പറഞ്ഞത് തസ്ബീത്ത്, ഇസ്തിഗ്ഫാർ എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്തു. അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആലിന് പുറമെ വ അൽഹിമുൽ ജവാബ്, അത് റസൂൽ പറഞ്ഞിട്ടില്ല. വ ജാഫിൽ ഖബ്ർ അൻ ജംബി, അത് ഫിറ്റ് ചെയ്തു. ആമിൻഹു മിൻ കുല്ലി ഫസ, അത് ഫിറ്റ് ചെയ്തു. വഗ്ഫിർ ലഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വർഹംഹു റസൂൽ ചെല്ലാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്നു. നിങ്ങൾ പറഞ്ഞു മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നുണ്ടല്ലോ. മരിച്ചവർക്ക് ഞങ്ങൾക്ക് ഈ ചെയ്യുന്ന തസ്ബീത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ മയ്യത്തിന് വേണ്ടി ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെയും സുന്നത്ത് ജമാഅത്തിന്റെ ഒക്കെ വാദം. പക്ഷേ ഞങ്ങളടുത്ത് ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ചെയ്യുന്ന തസ്ബീത്ത് എന്നുള്ള ഈ കർമ്മം അത് സ്വഹാബത്തോ താബിഈങ്ങളോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചെയ്തതായിട്ട് എവിടെയും കാണുന്നില്ല. ചെയ്തിരിക്കാം, ചെയ്യാതിരുന്നിരിക്കാം, ഇത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞ ഒരു വിഷയം സഹാബത്ത് അത് അനുവർത്തിച്ചോ ഇല്ലയോ, ചെയ്തിരിക്കാം, ചെയ്യാതിരുന്നിരിക്കാം, രണ്ടുമാവാം. രണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിധി എന്താണ്? അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ്. അത് ഒരുപക്ഷെ നിർബന്ധമാവാം, അല്ലെങ്കിൽ സുന്നത്തായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ, ചെയ്യേണ്ടത് തന്നെയാണ്. കണ്ടോ, അദ്ദേഹം കെ ജലീൽ അടിച്ച അതിൽ കണ്ടില്ലേ, ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി വഖഫ അലൈഹി ഫഖാൽ, അല്ലേ? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി വഖഫ അലൈഹി ഫഖാൽ, മയ്യിത്തിനെ മറമാടുന്നതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ റസൂൽ പറയുമായിരുന്നു എന്നാണ്. അപ്പൊ മയ്യത്തിനെ മറമാടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ചെയ്യുന്ന പരിപാടി ആര് ചെയ്തതാണ്? അതന്നെ ഒരാൾ ചൊല്ലിക്കൊടുക്കുന്നു, ബാക്കിയുള്ളവർ ഏറ്റു ചൊല്ലുന്നു എന്നുള്ളതൊരു പ്രത്യേകമായ രീതിയാണ്. അതന്നെ റസൂലിന്റെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഹദീസിൽ പറഞ്ഞത്. ഒന്ന് ഇസ്തിഗ്ഫാർ, രണ്ട് തസ്ബീത്ത്. അതിനു പുറമെ മറ്റൊരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിക്കൊണ്ടാണ് ചൊല്ലിക്കൊടുക്കുന്നതും ഏറ്റു ചൊല്ലുന്നതും. ഇത് സ്വഹാബത്തോ താബിഈങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ തടയിടാൻ ആരെങ്കിലും ശ്രമം നടത്തിയാൽ നിങ്ങൾ എന്താ മറുപടി പറയാ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഗതി പ്രമാണങ്ങളിലൂടെ അതിന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ സ്വഹാബത്ത് ചെയ്തോ താബിഈങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ 4 ഇമാമിയങ്ങൾ ചെയ്തോ, ഇനി അടുത്ത ചോദ്യം നബിന്റെ ഭാര്യമാര് ചെയ്തോ എന്നായിരിക്കും. നബിയോട് ഏറ്റവും കൂടുതൽ ഒട്ടിപ്പിടിച്ച് ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ ചെയ്തോ എന്നായിരിക്കും. അതേ ചോദ്യങ്ങൾ നമുക്ക് തിരിച്ചും ചോദിച്ചൂടെ? നബിയോട് ഏറ്റവും കൂടുതൽ ഒട്ടിപ്പിടിച്ച് ജീവിച്ച ഭാര്യമാർ തസ്ബീത്ത് ചൊല്ലിയോ? നബിയെ ജീവിതത്തിലുടനീളം കണ്ടു മനസ്സിലാക്കി ജീവിച്ച സ്വഹാബത്ത് ആരെങ്കിലും ചെയ്തോ? ആ സ്വഹാബത്തിനെ കണ്ടു മനസ്സിലാക്കിയ താബിഈങ്ങൾ ആരെങ്കിലും ചെയ്തോ? അവരിൽ നിന്ന് ദീൻ ക്രോഡീകരിച്ച 4 ഇമാമിയങ്ങൾ ആരെങ്കിലും ചെയ്തോ?
ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്താ മറുപടി അറിയാത്തത്? ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഞങ്ങൾ അങ്ങനെ ചോദിക്കുകയുമില്ല നിങ്ങളോട്. ഞങ്ങൾ ഇന്നേ വരെ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ട് തസ്ബീത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളും ഞങ്ങളുടെ മക്ബറകളിൽ അത് ചൊല്ലാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ പൗതിയാണ് കുഴിച്ചു മൂടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് വിധിവിലക്കുകളെ കുഴിച്ചു മൂടേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം പഠനത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. എന്താണ്? ഇപ്പോ ബാങ്ക് കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്താ പറയുന്നത്? നിങ്ങൾ ബാങ്ക് കൊടുത്ത ആൾ പറയുന്നത് പോലെ നിങ്ങളും ഏറ്റു പറയുക. അങ്ങനെ ബാങ്കുകാരൻ ബാങ്കിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫഖൂലു, നിങ്ങൾ പറയുക അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തുൽ ഖായിമ. അതേ സമയത്ത് അത് ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് അങ്ങനെ ചൊല്ലൽ സുന്നത്തുണ്ടോ? സുന്നികളും പറയുന്നു ബാങ്ക് കൊടുക്കുന്ന ആൾക്കും സുന്നത്താണ്, മുജാഹിദുകളും പറയുന്നു സുന്നത്താണ്. അതിൽ തർക്കമുള്ള വിഷയമല്ല, നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയമല്ല. ഇനി ഒരു പുത്തൻ ആശയക്കാരൻ വന്നിട്ട് ചോദിക്കാണ്, ബാങ്ക് കൊടുത്തയാൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് ചൊല്ലിയതായിട്ട് സഹാബത്തോ താബിഈങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഖിയാസാണ് അതിന്റെ പ്രമാണം. ബാങ്ക് കേൾക്കുന്നവർ ചൊല്ലൽ സുന്നത്തായതുപോലെ കൊടുക്കുന്നവൻ അവൻ ബാങ്കിൽ നിന്ന് വിരമിച്ചത് കൊണ്ട് അവനിപ്പോ സ്വതന്ത്രനായിരിക്കുന്നു, അതുകൊണ്ട് അവനും ചൊല്ലൽ സുന്നത്താണ്. അതങ്ങനെയുള്ള ചില ഖിയാസുകളിലൂടെ ഇമാമിയങ്ങൾ അതിന്റെ ഹുക്മ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒരാൾ എന്ത് പറയാണ്, അത് നബിയോ നബിന്റെ കാലത്ത് സഹാബത്തോ അങ്ങനെ ആ ബാങ്ക് കൊടുക്കുന്ന അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമോ ബിലാൽ ഇബ്നു റബാഹോ മറ്റു മുഅദ്ദിനീങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം അഷ്റഫ് പൂനൂറോ മറ്റുള്ള ആളുകളോ ചോദിച്ചിട്ട് ഈ സുന്നത്തിനെ തടയിടാൻ ശ്രമിച്ചാൽ എന്താണ് ഇതിന് നമ്മൾ മറുപടി പറയാ? അപ്പൊ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല, അപ്രസക്തമായ ചോദ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഒരു തർക്കമില്ലാത്ത വിഷയമായിരുന്നു നബിദിനാഘോഷം. പിന്നെ ഏതോ ഒരു ടേണിങ്ങിൽ വെച്ചുകൊണ്ട് മുജാഹിദുകൾ പറയാൻ തുടങ്ങി നബിദിനാഘോഷം ശിർക്കാണ്. നബിദിനാഘോഷം ഇപ്പൊ സ്വഹാബത്ത് ചെയ്തില്ല, താബിയങ്ങൾ ചെയ്തില്ല, താബിയങ്ങൾ ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇത് ശിർക്കാണെന്നല്ലേ വാദിക്കുന്നത്. ശിർക്ക് എങ്ങനെയാ താബിയങ്ങൾ ചെയ്യോ, സ്വഹാബത്ത് ചെയ്യോ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഷിർക്കായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഏതൊരു കുട്ടിക്കും ലാഹിറായിട്ട് മനസ്സിലാകുന്ന കാര്യമല്ലേ ഷിർക്ക് തൗഹീദ് എന്നുള്ള വിഷയങ്ങൾ. ഷിർക്കാണെന്ന് വാദിക്കും ചെയ്യാ, എന്നിട്ട് സഹാബത്ത് ചെയ്തോ എന്ന് ചോദിക്കും ചെയ്യാം. ഷിർക്ക് എങ്ങനെ സഹാബത്ത് ചെയ്യോ? അപ്പൊ ചുരുക്കത്തിൽ എന്റെ സഹോദരങ്ങളെ, ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല, അപ്രസക്തമായ ചോദ്യമാണ് എന്നാണ് എനിക്ക് അതിന് നൽകാനുള്ള മറുപടി. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ തസ്ബീത്ത് എന്ന് അവിടെ എഴുതി കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഉസ്താദ്, ഞാൻ കടയിലും കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉസ്താദാണ് പറഞ്ഞത്. എന്തായാലും മറുപടി അതിൽ വന്നല്ലോ. തസ്ബീത്തിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ ഏതും പ്രാർത്ഥിക്കാം. പിന്നെ നാട്ടിലെ ആളുകൾ പിന്നെ മൂടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മയ്യത്ത് കബറിൽ വെച്ച ഉടനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരക്കേട് എന്നേ പറയാനുള്ളൂ. അവിടെ പ്രാർത്ഥിക്കാമെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ആ കബർ മയ്യത്ത് വെക്കുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിവരക്കേടുന്നല്ലാതെ വേറെ എന്താ പറയാ? എനിക്ക് എത്ര ആവശ്യത്തിൽ പറയാനുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്തോ അത് നമ്മൾ ചെയ്യാം. ഞാൻ അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, എന്തായാലും പിന്നെ ഞാൻ ചോദിച്ചത് ഇപ്പൊ ഞാൻ അഷ്റഫ് പൂനൂർ സാഹിബ്, നിങ്ങളെ അഭിപ്രായമല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളെ അഭിപ്രായം പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങളൊരു ആലിമാണോ ജാഹിലാണോ എന്ന് പോലും അറിയാത്ത എന്നോടാ നിങ്ങൾ പറയുന്നത് എന്റെ അഭിപ്രായമാണ്. നിങ്ങളാരാ അഭിപ്രായം പറയാന്? എനിക്ക് എന്റെ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാറില്ല. നിങ്ങളെ അഭിപ്രായം അല്ലല്ലോ പറയേണ്ടത്. ഇവിടെ മുജാഹിദിന്റെ സർവ്വ പുസ്തകത്തിലുള്ളതാണ്. അപ്പൊ ഇത് നല്ലൊരു സുഖമാണ്. എന്താ വെച്ചാല് മുജാഹിദിനെ പറ്റി പറയുമ്പോൾ ഞാൻ മുജാഹിദും അല്ല, സുന്നിയല്ല, ജമാഅത്തും അല്ല, ഖാദിയാനി അല്ല, ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുടുങ്ങി. കാരണം പിന്നെ അയാളോട് ഏത് വെച്ചിട്ടാ മറുപടി പറയാ? എന്റെ അഭിപ്രായം എന്ന് പറയാൻ പാടില്ല. ഇസ്ലാമിന്റെ അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇസ്ലാമിന്റെ അഭിപ്രായ പ്രകാരം നിങ്ങളെന്നെ നേരത്തെ പറഞ്ഞു, മരിച്ചോടെ മുതൽക്ക് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം, അതിന്റെ ഭാഗമായിട്ടാണ് തസ്ബീത്ത് ചെയ്യുന്നത്.
ഇപ്പൊ പറയുന്നത് എന്താ? കബറിങ്ങിൽ വെച്ചുകൊടുത്തത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. വൈരുദ്ധ്യമായില്ലേ? അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല. നിങ്ങളെ അഭിപ്രായങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങളെ അഭിപ്രായത്തിന് മറുപടി പറയാൻ നമുക്ക് സമയമില്ല. ഇസ്ലാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദേ. എന്റെ വാക്കാന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനവിടെ പറഞ്ഞെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞോ അതാണ് ഞാൻ സ്വീകരിക്കുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഫൻ ചെയ്തതിനു ശേഷം തസ്ബീഹിനെ ചോദിക്കാൻ പറഞ്ഞു. അത് ചെയ്യണം. അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, അതിനെതിരായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ വിവരക്കേട് എന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ എന്റെ സ്വന്തം അഭിപ്രായം എന്നല്ല. ഇടയ്ക്ക് ഡോക്ടർ അല്ല പ്ലീസ്. അപ്പൊ നമ്മുടെ വിഷയം നബിദിനത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ പല വിഷയത്തിലും പിന്നെ ഇപ്പം AP പ്രശ്നമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഇല്ല, നമ്മളങ്ങനെ ഒരു തീർപ്പിലായിട്ട് പോണം. നിങ്ങളിപ്പോ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും തമ്മിലുള്ള വൈരുദ്ധ്യത്തിലേക്ക്, നിങ്ങളുടെ ആദ്യം പറഞ്ഞതും രണ്ടാമത് ആദ്യം പറഞ്ഞത് എന്താണ്? തസ്ബീത്തിന് എന്താ ഇപ്പൊ തെളിവ്? അതിപ്പോ മരിച്ചതിന് ശേഷം ആ ദ്വാർക്കുന്നതിന്റെ ഭാഗമായിട്ട് തസ്ബീത്ത് ചൊല്ലാം. അപ്പൊ നിങ്ങൾ ആരഭിപ്രായം പറഞ്ഞത്? റസൂല പറഞ്ഞിട്ടുണ്ടോ മരിച്ചതിന് ശേഷം ദ്വാർക്കുന്നതിന്റെ ഭാഗമായിട്ട് തസ്ബീത്ത് ചൊല്ലാന്ന്? ഇപ്പൊ നിങ്ങൾ പറയുന്നത് റസൂല പറഞ്ഞതേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ല സുഹൃത്തെ, ഖുർആനിലുള്ളത് സ്വീകരിക്കണം. അത് ചിലപ്പോൾ റസൂല പറയാത്തതായിരിക്കാം. ഹദീസിൽ റസൂല പറഞ്ഞതും സ്വീകരിക്കണം, ചെയ്തതും സ്വീകരിക്കണം, അംഗീകരിക്കുന്നത് സ്വീകരിക്കണം. ഇജ്മാവ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കണം. ഇപ്പൊ ഒരു സഹാബിയുടെ പേര് പറയുമ്പോഴോ കേൾക്കുമ്പോഴോ റളിയല്ലാഹു അൻഹു ചൊല്ലണം. നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അതിലും അഭിപ്രായം ഉണ്ടാവില്ല. ഒക്കെ എതിർക്കുന്ന ഒരു നിഷേധ മനസ്സായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. ഇപ്പൊ ഒരു സഹാബിന്റെ പേര് കേൾക്കുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാറുണ്ട് നമ്മള്. സഹാബിയുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ട്. നിങ്ങൾ പറയാറുണ്ടോ എന്ന് അറിയില്ല. നേരത്തെയുള്ള സംസാരത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷെ സാധാരണ മുസ്ലിമീങ്ങൾ അമല് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൽ വേറിട്ട് ഒറ്റപ്പെട്ട ആളാണെങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തമാക്കാം. ഞാനിവിടെ മുസ്ലിമീങ്ങളുടെ നടപടി അതെന്തോ ആയിക്കോട്ടെ, റസൂല പറയാത്തത് കൊണ്ട് ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ പേര് പറയുമ്പോഴോ കേൾക്കുമ്പോഴോ റളിയല്ലാഹു അൻഹു ചൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞതായിട്ട് ഒരു കിതാബിലും കാണിച്ചു തരാൻ കഴിയൂല. ഹദീസിന്റെ കിതാബിലാണല്ലോ നോക്കേണ്ടത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെ സ്വന്തം ഒറ്റപ്പെട്ട മുസ്ലിമീങ്ങളായ 140 കോടി മുസൽമാന്റെ ഇടയിൽ അഷ്റഫ് പൂനൂർ എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിന്റെ സ്വന്തമായൊരു അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തമാക്കാം. പക്ഷെ നബി പറഞ്ഞിട്ടില്ല. ഒരു സഹാബിയുടെ പേര് കേൾക്കുമ്പോഴോ പറയുമ്പോഴോ റളിയല്ലാഹു അൻഹു ചൊല്ലണമെന്ന് നബി പറഞ്ഞിട്ടില്ല. പറഞ്ഞതായിട്ട് ഹദീസിന്റെ കിതാബുകളിൽ എവിടെയില്ല. പക്ഷെ എന്താണ് അതിനുള്ള തെളിവ്? അത് നിങ്ങൾ ചെയ്യുന്നില്ലേ? അപ്പൊ നബി പറഞ്ഞത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെ നിയമം ഇസ്ലാമിലില്ല കേട്ടോ. നബി പറഞ്ഞതിൽ നിന്ന് ഇമാമീങ്ങൾ താരതമ്യം ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും പ്രമാണയോഗ്യമാണ്. അതാണ് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു സൂറത്തുൻ നിസായിൽ വളരെ വിശദമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അക്കാര്യം. അപ്പൊ ഒന്നുകിൽ ഖുർആൻ ആയിരിക്കും തെളിവ്, അല്ലെങ്കിൽ ഇജ്മാ സ്വഹാബ്, അല്ലെങ്കിൽ ഹദീസ് ആയിരിക്കും തെളിവ്, അല്ലെങ്കിൽ ഇജ്മാ ആയിരിക്കും തെളിവ്, അല്ലെങ്കിൽ ഖിയാസ് ആയിരിക്കും തെളിവ്. ഈ നാലാലൊരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ അമല് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് തോന്നിയത് മാത്രം അമല് ചെയ്യാനുള്ളതും ബാക്കിയുള്ളത് തള്ളാനുള്ളതും അല്ല. അവിടെയാണ് നിങ്ങൾക്കൊക്കെ പിഴവ് പറ്റിയത് കേട്ടോ. ഒരു സ്വഹാബിന്റെ പേര് കേൾക്കുമ്പോഴോ സ്വഹാബിയുടെ പേര് പറയുമ്പോഴോ റളിയല്ലാഹു അൻഹു ചെല്ലണം എന്നുള്ളേക്ക് എവിടെയെങ്കിലും നിങ്ങൾ തെളിവ് കണ്ടിട്ടുണ്ടോ? ഹദീസിലുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത്, ഫിഖ്ഹിന്റെ കിതാബുകളിലുള്ള തെളിവല്ല. ഫിഖ്ഹിന്റെ കിതാബുകളിൽ ധാരാളം തെളിവുകൾ ശറഹുൽ മുഹദ്ദബ് ഒക്കെ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മാനദണ്ഡപ്രകാരം റസൂലുള്ള പറയണം എന്ന, അല്ലെങ്കിൽ റസൂലുള്ള പ്രവർത്തിക്കണം, ഇത് രണ്ടാലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എന്നിട്ടും എന്തേ നിങ്ങൾ റളിയല്ലാഹുവിനെ ചൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇനി അതിലൊന്നും പറയാനില്ല കേട്ടോ. ഇവിടുത്തെ 140 കോടി ജീവിച്ചിരിപ്പുള്ള മുസൽമാനും മരിച്ചുപോയ അനേക കോടി മുസ്ലിമീങ്ങളും ഒക്കെ അനുവർത്തിച്ചു പോകുന്ന ഒരു അമലിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ ഷാദായ മനുഷ്യനാണെങ്കിൽ
പിന്നെ ആ ചോദ്യത്തിൽ പ്രസക്തി ഇല്ല. ഞാൻ അഷ്റഫ് പൂനൂരിന് മൈക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം അതിന്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ. മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഇടയ്ക്ക് ഡോട്ട് ഇടല. ഞാനൊന്ന് പറഞ്ഞ് ഒരു മൊബൈലിൽ എത്തിച്ചിട്ട് കുറച്ച് സമയം, 1 മിനിറ്റ് ആണെങ്കിൽ ഞാൻ 1 മിനിറ്റ് എടുത്തിട്ട് സംസാരിക്കട്ടെ. അതപ്പം ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ആക്കാൻ കഴിയൂല. കേൾക്കുന്നില്ല വോളിയല്ല ഉള്ളൂ. പറയാണ്. അപ്പൊ ഞാനിവിടെ ചോദിച്ചത്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ച സ്വഹാബത്തും തബീങ്ങളും താബീങ്ങളും അവര് ജന്മദിനം റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷിച്ചിട്ടുണ്ടോ എന്നാ. ആ ചോദ്യം പൊട്ടൻ ചോദ്യമാണെന്ന് പറഞ്ഞു. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ട് എന്നൊരു മറുപടി ഉണ്ടാവുമല്ലോ. ആ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ അത് തരിക. ഇനി അത് പിന്നെ ചോദിച്ചു, മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇപ്പൊ എല്ലാവരും അംഗീകരിക്കുന്ന ആളുകളാണല്ലോ. അവർ ഈ ജന്മദിന ആഘോഷത്തെ പറ്റി അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത്രയും പുണ്യമുള്ള ഒരു സംഗതിയാകുമ്പോൾ എന്തായാലും മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അവര് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളല്ലേ. അപ്പൊ അവരുടെ കിതാബുകളിൽ ജന്മദിനാഘോഷത്തെ പറ്റി, റബീഉൽ അവ്വൽ മാസത്തിലെ ജന്മദിനാഘോഷത്തെ പറ്റി മദ്ഹബിന്റെ ഏതെങ്കിലും മദ്ഹബിന്റെ ഇമാമിയങ്ങളെ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഉണ്ടല്ലോ, അവർ ഏതെങ്കിലും കിതാബുകളിൽ ജന്മദിനം ആഘോഷിക്കണം, ഇത് പുണ്യമാണ്, അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇതിപ്പോ നല്ല സഹോദര, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. നിങ്ങൾ ഇസ്ലാമിക പ്രമാണത്തെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണത്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും ഖിയാസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ പിന്നെ അവർ ചെയ്തിട്ടുള്ള, അവർ ചെയ്തിരിക്കാം, ചെയ്യാതിരിക്കാം. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ ഒരു വിരോധമില്ല. മനസ്സിലായോ? ഞാനതിനെക്കുറിച്ച് ചെയ്തു എന്നും പറയുന്നില്ല, ചെയ്തിട്ടില്ല എന്നും പറയുന്നില്ല, രണ്ടും പറയുന്നില്ല. അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം, ചെയ്തിട്ടില്ലായിരിക്കാം. മനസ്സിലായോ? രണ്ടുമാവാം. അത് രണ്ടായാലും ഇവിടെ വിരോധമല്ല. ഇവിടെ ഇസ്ലാമിൽ ഒരു അമല് സ്ഥിരപ്പെടണം. നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അത് നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ സംസാരം തുടങ്ങുമ്പോൾ നിങ്ങൾ ഉന്നയിച്ച ഒരു ആശയമുണ്ട്. നബിദിനാഘോഷം സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണെന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സമർത്ഥിച്ചു എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ചോദ്യം. എന്റെ ആ സമർത്ഥനത്തെ നിങ്ങൾ ഈ ചോദ്യം കൊണ്ട് നേരിടണമെന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒന്നുകിൽ നിങ്ങൾ പറയണം, സഹാബത്ത് ചെയ്തു, താബിഈങ്ങൾ ചെയ്തു, 4 ഇമാമിയങ്ങൾ ചെയ്തു, എങ്കിലേ അത് സുന്നത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരും. വെറുതെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുക, അതിന് ഞാൻ എസ് ഓർ നോ മറുപടി പറയാം, അങ്ങനെ ആവാൻ പാടില്ല. എന്തിനു ചോദിക്കണം? ഈ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം. എന്താണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി? നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി, ഒന്നുകിൽ ഞാൻ ഉണ്ട് എന്ന് മറുപടി പറയും, അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് മറുപടി പറയും. യെസ് ഓർ നോ രണ്ടാലൊരു മറുപടി ഞാൻ പറയും. പക്ഷെ ആ മറുപടി പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ സംസാരം തുടങ്ങി വെച്ച പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. എന്താണ് ആ പോയിന്റ്? ഞാൻ സുന്നത്താണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് എന്റെ പ്രസംഗത്തിൽ പറഞ്ഞതിനെ അതിനെ ചെറുത്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. നന്നായി മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനാ ചോദിച്ചത് എന്ന് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. കേവലം ഒരു ചോദ്യം, അതിന് ഞാനൊരു ഉത്തരം എന്നുള്ളതല്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല രണ്ടാലൊരു മറുപടി ഞാൻ തരും. അങ്ങനെ തരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സമർത്ഥിച്ച ഒരു ആശയത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ചോദ്യം കൊണ്ടുവന്നത്. അങ്ങനെയാണല്ലോ നിങ്ങൾ സംസാരം ആരംഭിച്ചത്. എന്റെ പ്രസംഗത്തിൽ ഞാൻ സമർത്ഥിച്ചത് എന്താണ്? നബിദിനാഘോഷം സുന്നത്താണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത് എന്തിനാണിത് ചോദിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം കൂലി കിട്ടുന്ന കാര്യമാവാൻ സ്വഹാബത്ത് ചെയ്തു എന്നു തെളിയണം എന്നുണ്ടോ? അതുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്ഥാപിക്കുവിൻ. എന്നിട്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചൊക്കെയാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ യെസ് ഓർ നോ മറുപടി നൽകും. മൈക്ക് റിലീസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ഒന്നും കൂടി അപേക്ഷിക്കാനുണ്ട്.
ഡോട്ട് എന്നോട് മൈക്ക് റിലീസ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പം റിലീസ് ചെയ്യും ഞാൻ. നിങ്ങൾ അഷ്റഫ് മൈക്ക് റിലീസ് എന്ന് പറഞ്ഞാൽ ഡോട്ടിൽ ഞാൻ അപ്പം റിലീസ് ചെയ്തോളാം. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഴുവിപ്പിക്കാൻ കഴിയില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ പിന്നെ ഈ ചോദ്യം വീണ്ടും ഉസ്താദ് പറയുന്നത് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. പിന്നെ സുന്നത്താണ് എന്ന് പിന്നെ ഉസ്താദ് സമർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് നിന്റെ ആ ചോദ്യത്തിന് ഉസ്താദ് പറയുന്നത്? ഞാനത് ഉസ്താദ് ഇവിടെ സമർത്ഥിച്ചിട്ടുണ്ട്, സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സുന്നത്തായ ഒരു സംഗതി അത് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സുന്നത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ മുന്നിൽ ചെയ്യുക സ്വഹാബത്തും തബീങ്ങളും തബീങ്ങളും അവരിൽപ്പെട്ടവരാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങള്. അപ്പോൾ അവര് അവര് പിന്നെ വഹാബികളാ അല്ലെ മുജാഹിദുകളാ ജമാഅത്ത് ഇസ്ലാമിയ തബ്ലീഗാണോ? അപ്പൊ അവര് പോലും ചെയ്തില്ല എങ്കിൽ അവർക്ക് സുന്നത്ത് നിങ്ങൾക്ക് മൈക്ക് തരും, നിങ്ങൾ ബേജാറാണ്ട. നമ്മൾ ഓരോ പോയിന്റ് എത്തുമ്പോൾ അതിന് നിങ്ങൾ ഇങ്ങനെ നമുക്ക് അതിന്റെ തീരുമാനമാക്കിയിട്ട് പോകാം. നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന് നല്ലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. എന്താണ്? ഒരു കാര്യം സുന്നത്താവണമെന്നുണ്ടെങ്കിൽ സ്വഹാബത്ത് താബീങ്ങൾ അത് ചെയ്യണം. അതെവിടെയുള്ളത്? നമ്മളിപ്പോ ജംബുൽ ജവാമിയിലൊക്കെ ഓതിയിട്ടുള്ളത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് 4 പ്രമാണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 4 കൂടി മുഴുവൻ വേണമെന്ന് ആരും പറയാറില്ല. ഖുർആനിലുണ്ടായാലും മതി, ഹദീസിലുണ്ടായാലും മതി, ഇജ്മായിലുണ്ടായാൽ മതി, ഖിയാസിലുണ്ടായാൽ മതി. ഈ 4-1 തന്നെ ക്ലിയർ ആയി എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഒരു കാര്യം സുന്നത്താവണം, അത് കൂലി കിട്ടുന്ന കാര്യമാവണമെന്നുണ്ടെങ്കിൽ അത് സ്വഹാബത്തോ താബീങ്ങളോ ചെയ്തതായിട്ട് രേഖ വേണം. അങ്ങനെ എവിടെ ഇല്ല അഷ്റഫ് സാഹിബെ, അങ്ങനെ എവിടെ ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ എന്റെ സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞല്ലോ, എന്നതുപോലത്തെ ഒരു സ്വന്തം കായികയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഒരാളും പറയാത്ത സ്വന്തമായ ഒരു നിയമമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ നിങ്ങൾ പറഞ്ഞു അവര് മുജാഹിദാണോ, അവര് മുജാഹിദാണോ ജമാഅത്താണോ തബ്ലീഗാണോ സ്വഹാബത്തും ചോദിച്ചു. അവര് മുജാഹിദല്ല. കാരണം അവര് മുജാഹിദ് അല്ലെങ്കിലും അവര് മുജാഹിദിന്റെ ചില സമീപനങ്ങളിൽ അവര് മുജാഹിദിന്റെ ആശയത്തിന് അനുഭാവം അവർക്കുണ്ടായിരിക്കാം. ഏതുപോലെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ നബിദിനെ ആഘോഷിക്കുന്ന ആൾക്കാരല്ലേ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പല ഗ്രൂപ്പുകളായിട്ട് തച്ചുകൊണ്ടിരിക്കുന്ന ഈ മുജാഹിദിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. സാക്ഷാൽ മുജാഹിദ് ഉണ്ട്, ഒറിജിനാലിറ്റി ഉള്ള മുജാഹിദ്. അതായത് KM മൗലവി, EK മൗലവി, MCC മൗലവി തുടങ്ങിയ ഒറിജിനാലിറ്റി ഉള്ള മുജാഹിദ്. അവർ അത്യാവശ്യം കിതാബ് തിരിയുന്ന ആളുകളായിരുന്നു. കിതാബിന്റെ ഉസൂലൊക്കെ കുറച്ചൊക്കെ തിരിയുന്ന ആൾക്കാരായിരുന്നു. ഇന്നത്തെ ഈ ആൾക്കാരെ മാതിരിയല്ല. ഇന്നിപ്പോ ആരാപ്പ ആ കൂട്ടത്തിൽ 2 അക്ഷരം തിരിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ നബിദിനാഘോഷം നന്നായി ആഘോഷിച്ച ആളുകളല്ലേ. അത് സുന്നത്താന്നുള്ള അതിന്റെ ഹുക്കുമും പറഞ്ഞ ആൾക്കാരാണ് അവരൊക്കെ. അവരൊക്കെ നന്നായിട്ട് നബിദിനം ആഘോഷിച്ചു, അത് സുന്നത്താന്നുള്ളതിന്റെ ഹുക്കുമും പറഞ്ഞു കഴിഞ്ഞു. അവരാരും മരിക്കുന്നതിന്റെ സക്കറാത്തിന്റെ ഹാലെത്തുന്നതിന് മുമ്പായിട്ട് അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാ, ജീവിതത്തിന്റെ ആദ്യകാലത്ത് നബിദിനം ആഘോഷിച്ചു, പിന്നീട് അവർ തിരുത്തി എന്ന് പറയാമായിരുന്നു. പക്ഷെ അവർ തിരുത്തിയതായിട്ട് ഒരു രേഖയുമില്ല. അപ്പൊ മുജാഹിദാണോ എന്നുള്ള ചോദ്യം അതൊക്കെ വെറുതെ ഉള്ള ചോദ്യങ്ങളാണ് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നിങ്ങൾ ഇപ്പൊ ചോദിച്ച ആ രീതിയിൽ നിന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ഒരു എന്താണ് പറയാ, ഒരു മറുപടി പറയാനുള്ളൊരു വകുപ്പ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം സുന്നത്താണെന്ന് പറയാൻ അത് സ്വഹാബത്ത് ചെയ്ത് കാണിക്കേണ്ടതല്ലേ? ഇല്ല. സ്വഹാബത്ത് ചെയ്യാതിരിക്കാം. സ്വഹാബത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളാരും സ്വഹാബത്ത് ചെയ്യുന്നതായിട്ട് കണ്ടവരല്ല. നബി നമ്മളാരും സ്വഹാബത്തിനെയും കണ്ടിട്ടില്ല, സ്വഹാബത്തിന്റെ ചെയ്തികളെയും കണ്ടിട്ടില്ല. പിന്നെ അവർ ചെയ്തതായിട്ടുള്ള രേഖകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പിന്നെ അടുത്ത ആ ചോദ്യത്തിന്റെ ഉദ്ദേശ്യം. അങ്ങനെ രേഖകൾ വരാതിരിക്കാം. ഇസ്ലാമിൽ അതിന്റെ നിർണിതമായ പ്രമാണങ്ങളെ കൊണ്ട് അംഗീകൃതമാക്കപ്പെട്ട കാര്യങ്ങൾ അല്ലേ, മൈക്കത്തരാ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആവട്ടെ. ഇസ്ലാമിൽ അതിന്റെ അംഗീകൃതമായ നിർണിതമായ പ്രമാണങ്ങളെ കൊണ്ട് അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അത് സ്വഹാബത്തിൽ നിന്ന് രേഖകൾ വരാതിരിക്കാം. അതിന് ഞാൻ വ്യക്തമായ 2-3 ഉദാഹരണങ്ങൾ നൽകി. ഒന്ന് തസ്ബീത്തിന്റെ കാര്യം തന്നെ. ഇവിടെ അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും. 2 ഒരു സ്വഹാബത്തിന്റെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ അത് ചെയ്യുന്നില്ലേ? അതിന്റെ തെളിവെന്താണ്? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുഴിച്ചു മൂടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. നിങ്ങളുടെ ചോദ്യം അത്
വിഷയവുമായിട്ട് ബന്ധമില്ല എന്നാണ് എനിക്ക് നൽകാനുള്ള മറുപടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഒരു സെക്കൻഡ് ഒന്ന് മൈക്ക് റിലീസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ മീലാദ് ചർച്ചയാണ് നടക്കുന്നതെന്നാ ഞാൻ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചർച്ച പകുതിയിലുണ്ടായിരുന്നു. അതായത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. ആദ്യം തൗഹീദല്ല മനുഷ്യനിക്ക് ശരിയാകേണ്ടത്. തൗഹീദില്ലാതെ നിസ്കാരമോ നോമ്പോ മറ്റുള്ള അമലൊന്നും സ്വീകരിക്കുകയില്ലല്ലോ. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അത് ശിർക്കാണ്. എന്റെ ചോദ്യം ചോദിച്ചിരുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോ നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതന്നെ നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞു, നമ്മളെ മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് അത് സഹായത്തേട്ടമാണ്, അത് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞു. അപ്പോ അത് പ്രാർത്ഥനയാണ് എന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ കിതാബിൽ നിന്നും മാത്രല്ല കെ അഹമ്മദ് മൗലവി വലിയോറ മൂപ്പരുടെ കിതാബിൽ നിന്നും ഞാൻ തെളിയിക്കും. ഞാൻ ഡോട്ട് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഞാൻ പറയുന്ന അങ്ങനെ മൊഹീദ്ദീൻ ശൈഖെ കാക്ക എന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്ന സഹോദരന്മാരെല്ലാരും കേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഞാനങ്ങനെ വാക്കിനോട് പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല, എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് പറയുന്നതെന്ന് ഉസ്താദ് തന്നെ தெரிയുന്നില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് നൂർ ഫൈസ് ഉസ്താദ് ഉണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോ പ്രാർത്ഥിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ്. അപ്പൊ നിങ്ങള് മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് മൊഹീദ്ദീൻ ശൈഖിനോട് നിങ്ങൾ സഹായം തേടുകയാണ്, പ്രാർത്ഥിക്കലല്ല. ഞാൻ എൻ്റെ അടുത്ത് മൈക്ക് പോയിന്നാ അതിൻ്റെ ഇടയിൽ കൂടെ എന്റെ സഹോദരൻ ഞാൻ അതല്ല നിങ്ങളെന്ത് ഈ ഇല്ലാത്തന്തേ പറഞ്ഞത്? എന്റെ പേരിൽ ഇല്ലാത്തന്നായിട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാം. അതാ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ തെളിവ് നിങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്ന്. നിങ്ങൾ ഞാൻ പറയാത്തതുണ്ടല്ലോ വേറെ പറഞ്ഞാട്ട് ഇങ്ങനെ അതിന് നിൽക്കരുത് എന്ന് അറിയിക്കുകയാണ്. ശ്രേണി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് ഉസ്താദ് പറഞ്ഞത്? നൂർ ഫൈസ് ഉസ്താദ് ഒന്നുകൂടിയും പറയണം. നിങ്ങൾ മൊഹീദ്ദീൻ ശൈഖിനോട് സഹായം തേടുന്നത് നിങ്ങൾ വാദിക്കുകയാണ്. നമ്മൾ സഹായമാണ് മൊഹീദ്ദീൻ ശൈഖിനോട് തേടുന്നത്, പ്രാർത്ഥിക്കുന്നതല്ല. പ്രാർത്ഥന ശിർക്കാണെന്ന്, അതായത് ദുആ അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സഹായം തേടുകയാണ് നിങ്ങൾ പറയുന്നുണ്ട്. ആ സഹായത്തേട്ടം, നിങ്ങൾ തേടുന്ന സഹായത്തേട്ടം അത് ശിർക്കാണ്, അത് പ്രാർത്ഥനയാണ്. നിങ്ങൾ തേടുന്ന സഹായത്തേട്ടമുണ്ടല്ലോ അത് ഇബാദത്താണെന്ന് ഞാൻ തെളിയിക്കാൻ പോവാണ്. നിങ്ങളുടെ തെളിവിൽ തന്നെ ഞാൻ തെളിയിക്കാൻ പോവാണ്. അതായത് ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ റഹിമഹുമുള്ള അദ്ദേഹത്തിന്റെ തൗഹീദും പിന്നെ ശിർക്കും എന്ന കിതാബിൽ നാട്ടിക മൂസ മുസ്ലിയാർ അബു മാസിൻ അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. വൽ ഇബാദത്തു അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, കശാഫ് 1:49. വൽ ഇബാദത്ത് അഖ്സാ ഗായത്തു എന്താ? ആദ്യം എന്റെ സഹോദരൻ വായിക്കാന്ന് പഠിക്കണം. അസ്സലാമു അലൈക്കും. തുടരട്ടെ ഉസ്താദെ, ഞാൻ ഒരു കസ്റ്റമർ വന്ന അതാണ്. ബാക്കി തുടരട്ടെ നൂർ ഫൈസ് ഉസ്താദ്, അല്ലെങ്കിൽ പിന്നെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഉസ്താദ് MT ഉസ്താദ് പറഞ്ഞത് അഷറഫ് ഞാന് പിന്നെ സ്വഹാബത്ത് തന്നെ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് ഇത് ഒരു സുന്നത്തായിരുന്നുവെങ്കിൽ, ഇത്രയും
പുണ്യമുള്ളൊരു കാര്യമായിരുന്നു എങ്കിൽ സ്വഹാബത്ത് ചെയ്യുമായിരുന്നില്ലേ, താബിയങ്ങൾ ചെയ്യുമായിരുന്നില്ലേ, താബിയങ്ങൾ ചെയ്യുമായിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് മദ്ഹബിന്റെ ഇമാമലയും കൂടി കൂട്ടി പറഞ്ഞത്. മദ്ഹബിന്റെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അവരുടെ ഏതെങ്കിലും ഒരു കിതാബുകളിൽ ജന്മദിനാഘോഷത്തെ പറ്റി നബി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. അല്ലാതെ സ്വഹാബത്ത് തന്നെ ചെയ്യണം, റസൂൽ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തത് അത് വേറെ, നമ്മൾ ഒരുപാട് വിഷയത്തിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്റെ ചോദ്യം അവിടെ കിടക്കുക തന്നെയാണ്. നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്നൊരു മറുപടി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് അങ്ങനെ ഒരു ഹൈറായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം ഞാൻ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സലാം ബാക്കിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം സുന്നത്താവാൻ അത് നബിയോ അല്ല നബി പോട്ടെ, സഹാബത്തോ താബിഈങ്ങളോ മറ്റുള്ളവരോ ചെയ്തിരിക്കണം, അങ്ങനെ ഒരു കായിക ഇല്ല സുഹൃത്തെ. നിങ്ങളുടെ ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന് രണ്ടാലൊരു മറുപടി ഞാൻ എന്നും പറയാൻ സന്നദ്ധനാണ്. പക്ഷേ ആ മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ഈ വിഷയത്തിൽ അഥവാ ഒരു കർമ്മത്തിന്റെ വിധി കണ്ടെത്താൻ പ്രമാണങ്ങളെ സമീപിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സംഭവിച്ച ഭീകരമായ അബദ്ധം ഇവിടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഭീകരമായ അബദ്ധം. അങ്ങനെയൊന്നില്ല. സാധാരണ നമ്മളൊക്കെ മുഖാമുഖത്തിനും അതുപോലെ തന്നെ വാദപ്രതിവാദത്തിനും പോകുമ്പോൾ പ്രമാണങ്ങൾ എഴുതാറുണ്ട്. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഈ 4 പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തിന് പിന്നെ മറ്റുള്ളവർ ചെയ്തിരുന്നോ, ചെയ്തെങ്കിലേ അത് സുന്നത്തായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഒരു ചോദ്യമേ ഇസ്ലാമിലില്ല. അത് സുന്നത്തായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ഒരു ചോദ്യമില്ല. പിന്നെ ഈ ചോദ്യം നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. കാരണം അങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടേണ്ടി വരും എത്രയോ കാര്യങ്ങളിൽ. ഇപ്പൊ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലുള്ള വ്യവസ്ഥാപിതമായ രീതികൾ, ഏറ്റവും വലിയ സുന്നത്തായ അമലാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ ഇപ്പം ഇൽമു പഠിക്കുന്ന സുന്നത്തായ ആ രീതിക്ക് നമ്മളെന്താ ചെയ്യുന്നത്? രാവിലെ 2 മണിക്കൂർ, അതന്നെ നിശ്ചിതമായ പീരീഡ്, ആ പീരീഡിൽ തന്നെ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുക. എന്നാൽ ഇതിനൊക്കെ ഒക്കെ കൂലി കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സുന്നികൾ മാത്രമല്ല, മുജാഹിദുകളും ജമാഅത്തേരും എല്ലാവരും പറയുന്നതൊക്കെ പുണ്യം കിട്ടുന്ന പ്രവർത്തനങ്ങളാണ്. അതിനുവേണ്ടി സഹായിച്ചവർക്കും പുണ്യമുണ്ട്, അത് നടത്തുന്നവർക്കും പുണ്യമുണ്ട്, എല്ലാവർക്കും പുണ്യമുണ്ട് എന്നാണ്. അപ്പൊ പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ എന്നാൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കല. അത് പുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വഹാബത്ത് ചെയ്തിരിക്കണം. പുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വഹാബത്ത് ചെയ്തിരിക്കണം. അങ്ങനൊരു നിയമമല്ല സഹോദര, അങ്ങനൊരു നിയമമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ ചോദ്യത്തിൽ അടങ്ങിയ അബദ്ധത്തെ തിരുത്തണം. അത് തിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത നിങ്ങളുടെ ആ ചോദ്യത്തിന്റെ, അതായത് 1ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ഇത് ചെയ്തിരുന്നോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഈ വാദം നിങ്ങൾ തിരുത്തണം. എന്താണ്? ഒരു കാര്യത്തിന് പുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സ്വഹാബത്ത് ചെയ്തതായിട്ട് രേഖയിൽ കാണണം എന്നൊരു നിയമമില്ല. മനസ്സിലായോ? അങ്ങനൊരു നിയമമില്ല. ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇവയുടെ അടിസ്ഥാനത്തിൽ ഇമാമുകൾ അതിന് തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ? ഇത് മാത്രമേ ഞങ്ങൾക്ക് നോക്കേണ്ടതുള്ളൂ. അങ്ങനൊരു നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെയാണ് നേരത്തെ എഴുതി കാണിച്ച സുഹൃത്തിന്റെ ചോദ്യം പ്രസക്തമായത്. തസ്ബീത്ത് മുജാഹിദ് പിരിച്ചുവിടണം. കാരണം നമ്മൾ രേഖ കാണുന്നില്ല. KM മൗലവി പോലും തസ്ബീത്ത് ചൊല്ലിയിട്ടില്ല. എന്നിട്ടല്ലേ KM മൗലവി പോലും തസ്ബീത്ത് ചൊല്ലിയിട്ടില്ല. എന്നിട്ട് പക്ഷെ അതുകൊണ്ട് KM മൗലവി തസ്ബീത്ത് ചൊല്ലാത്തത് കൊണ്ട് ഇന്നത്തെ മുജാഹിദീങ്ങൾ പിന്നെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങളാരും പറയാറില്ല. കാരണം അത് പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹുവിനെ ചൊല്ലണം. ഹദീസിൽ എവിടെയും കാണുന്നില്ല, പക്ഷേ മുസ്ലിമീങ്ങൾ അത് ചെയ്തു കാണുന്നു. അത് മറ്റു വിധത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയം അംഗീകൃതമായി. ഇനി അത് നബിയുടെ ഹദീസിൽ എവിടെ ഉള്ളത്? അതായിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടാവേണ്ടതായിരുന്നില്ലേ
എന്ന ചോദ്യം അപ്രസക്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഉദ്ദേശിച്ച, നിങ്ങൾ ആ പറഞ്ഞ ആ കായിദയിൽ നിങ്ങൾ പിൻവലിയണം. കായിദ എന്ന് പറഞ്ഞാൽ നിയമം, തത്വം. ആ തത്വത്തിൽ നിങ്ങൾ എന്ന് പിൻവലിയുന്നോ അന്ന് നിങ്ങൾക്കതിൻ്റെ മറുപടി ഇൻഷാ അള്ളാഹ് ലഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നൂർ ഫൈസ് ഉസ്താദിനോട് എനിക്കൊരു ചെറിയ സംഗതി അപേക്ഷിക്കാനുള്ളത്, എനിക്ക് ഒന്ന് ക്ലാസ് റൂമിൽ നിന്ന് വിട പറയാനുള്ളൊരു സമ്മതം തരണം. ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദിനോട് ഞാൻ സമ്മതം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു അത്യാവശ്യ സാഹചര്യം ഞാൻ ഉസ്താദിന് PM-ലൂടെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് എന്ന് വെച്ചാൽ ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് ചെയ്തു തീർക്കാനുള്ള ഒരു 19 പേജ് വരുന്ന ഒരു ഫീച്ചർ എനിക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ട് ചെയ്തു തീർക്കാനുണ്ട്. അതിന് എനിക്കുള്ള സമയം വളരെ പരിമിതമാണ്. ഇന്നിപ്പോൾ രാത്രിയുള്ള ഈ സമയം, നാളെ രാവിലെ പിന്നെ ക്ലാസ്സും കാര്യങ്ങളുമായിട്ട് വൈകുന്നേരം വരെ നമുക്ക് മറ്റൊന്നിലേക്ക് തിരിയാൻ പറ്റൂല. നാളെ അസറോടുകൂടി എനിക്ക് തൃശ്ശൂർ പോകണം, അവിടെ ഒരു പ്രഭാഷണമുണ്ട്. പിന്നെ രാത്രി 12 മണി 1 മണിയാവും തിരിച്ചെത്താൻ. അപ്പോൾ എൻ്റെ സമയത്തിൻ്റെ പരിമിതി ഞാൻ ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദിനെ അറിയിച്ചത് കൊണ്ട് എനിക്ക് ഒന്ന് വിട വാങ്ങാനുള്ള സമ്മതം തരണം. അഷ്റഫ് പൂനൂർ സാഹിബിൻ്റെയും ഷാമാംഗ്ലൂരിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾക്ക് മറ്റു കൈ ഉയർത്തി നിൽക്കുന്ന നമ്മളെ ബിസ്മി 452 ഒക്കെ ഉണ്ട്. അദ്ദേഹത്തോടൊക്കെ നന്നായി സംവദിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് എനിക്ക് ഇപ്പം തൽക്കാലം ഒന്ന് വിട വാങ്ങാനുള്ള സമ്മതം തരണം. ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദ് താഴെ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ വളരെ. ഉസ്താദില്ലേ അവിടെ താഴത്ത്? ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നു. ഉസ്താദ് വന്നിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. എല്ലാവരും ദുആ ചെയ്യണം. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.